ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ക്യാരറ്റ് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ ഒരു ബൗള് ക്യാരറ്റ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റവ ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ആളിനനുസരിച്ച് നമുക്ക് കൂട്ടാം. ഞാനിപ്പം ഞങ്ങൾ കുറച്ച് പേരായതുകൊണ്ട് ഇവിടെ ഒരു ബൗളിൽ എടുത്തിട്ടുള്ളൂ റവ. പിന്നെ സവാള ഒന്ന് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില. ഇതിനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കി അതിനകത്ത് ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ചൂടായ എണ്ണയ്ക്കകത്തിട്ടിടാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിനകത്ത് വെച്ചിരിക്കുന്ന സവാള ഇടാം. ഇതിനു വേണ്ടി നമുക്ക് കൊച്ചുള്ളി എടുക്കാം. അപ്പോൾ സവാള ആയാലും കുഴപ്പമില്ല, നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്കൊന്ന് നല്ലതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് ഇഞ്ചി അതിനകത്ത് ഇടാം. വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കിനകത്ത് കറിവേപ്പില ചേർക്കാം. നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഈ റവ 1 കപ്പാണെങ്കിൽ അതിന് 2 കപ്പ് വെള്ളം ആണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഒഴിക്കാം. നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിനകത്തോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അതിനകത്ത് ചേർക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനകത്ത് റവ ഇടാം. റവ ഇട്ടിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഇളക്കണം, അല്ലെങ്കിൽ ഇത് ലംപ്സ് ആവും. ചിലർക്കിത് നല്ല ലൂസായിട്ടാണ് ഇഷ്ടം, പക്ഷേ എനിക്ക് ഇത് കുറച്ച് ഇങ്ങനെ ലൂസായിട്ട് മതി. നമ്മുടെ ക്യാരറ്റ് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഒരു ഈസിയും ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികളൊക്കെ വെജിറ്റബിൾസൊക്കെ തിന്നാത്തവരൊക്കെ ഉണ്ടല്ലോ, അന്നേരം ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ അവർക്ക് ക്യാരറ്റൊക്കെ കഴിക്കുമല്ലോ. ഇവിടെ നമ്മുടെ ക്യാരറ്റ് ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. പിന്നെ ഇതിങ്ങനെ ആയാലും കഴിക്കാം. നല്ല ടേസ്റ്റി ഹെൽത്തിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.